അപ്പോൾ അങ്ങനെ യു കെക്കുള്ള വിസയൊക്കെ അപ്രൂവ് ആയിട്ടുണ്ട്. ഏത് ഇൻടേക്കിലേക്കാണ് പോകുന്നതും എപ്പോഴത്തേക്കാണ് ട്രാവലിംഗ് ഒക്കെ ആഗ്ന ഉദ്ദേശിക്കുന്നത്? ജൂലൈ ഇൻടേക്കിലേക്കാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ട്രാവലിംഗ് ഡേറ്റ് ജൂലൈ 13 ഞാൻ പോകുന്നത്. ഞാൻ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഹാംപ്ടൺ ആണ്. ഓട്ടോമിഷൻ വഴിയാണ് എനിക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ഹാംപ്ടണിലേക്ക് അഡ്മിഷൻ കിട്ടിയത്. കോഴ്സ് MSc ഗ്ലോബൽ ബിസിനസ് മാനേജ്മെന്റ് 1 year ആണ് കോഴ്സ് ദിവസം വരുന്നത്. പ്രോസസിംഗ് എല്ലാം 1 month കൊണ്ട് തന്നെയാണ് എല്ലാ പ്രോസസിംഗ് നടന്നത്. ഓട്ടോമിഷൻ വഴിയായിരുന്നു എല്ലാം കിട്ടിയതെല്ലാം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സൺഷൈൻ ഓഫീസ് വഴിയാണ് ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഹാംപ്ടണിലേക്ക് അഡ്മിഷൻ അപ്ലൈ ചെയ്തതെല്ലാം. എല്ലാത്തിനും അവർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്കെല്ലാം ചോദിക്കുമ്പോൾ തന്നെ എല്ലാം റിപ്ലൈ ഉണ്ടായിരുന്നു, എല്ലാം ഹെൽപ്ഫുൾ ആയിരുന്നു. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ ഉടനെ ഞാൻ ഫീസ് അടച്ചത് കഴിഞ്ഞ് നമുക്ക് ക്യാഷിൻ്റെ കാര്യങ്ങളും ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതെല്ലാം ഞാൻ സൺഷൈൻ വഴി തന്നെയാണ് കൊടുത്തത്. സൺഷൈൻ അവർ തന്നെയാണ് എല്ലാം വിളിച്ച് പറഞ്ഞെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്തത്. എല്ലാ കാര്യങ്ങളും സൺഷൈൻ അവിടെ നിന്ന് തന്നെയാണ് ആപ്ലിക്കേഷനും കാര്യങ്ങളെല്ലാം ഇട്ടത്. അവർ തന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഡേറ്റ് എടുത്ത് നമ്മൾ VFS പോയി കളക്ട് ചെയ്യുക. അങ്ങനെയായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ഇതുവഴി സൺഷൈൻ പോയി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ സജസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് സൺഷൈൻ ചൂസ് ചെയ്തത്. മാത്രമല്ല എനിക്ക് ലൊക്കേഷൻ നോക്കുമ്പോഴും ഞാൻ കരുനാഗപ്പള്ളിയാണ് സ്ഥലം. അതിപ്പോൾ എനിക്ക് അടുത്തുള്ള ലൊക്കേഷനാണ്. അതുകൊണ്ടാണ് ഞാൻ സൺഷൈൻ തീർച്ചയായും റെഫർ ചെയ്യും. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സ് പോയി പറയുമ്പോഴായാലും എനിക്കത് പറയാവുന്ന കാര്യമുള്ളൂ. സൺഷൈൻ ഹാപ്പിയാണ്. കാരണം 1 month കൊണ്ട് തന്നെ എനിക്കെല്ലാം ഓക്കെ ആയി പോകാനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം 100% ഹാപ്പിയാണ്. അപ്പോൾ ഹയർ സ്റ്റഡീസിന് പോകുന്ന ആഗ്നലിന് സൺഷൈൻ്റെ വക ഒരു ഗിഫ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.